ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അത് ഒരു ചെറിയ ലീഫ് നട്ടാൽ തന്നെ നിങ്ങൾക്കൊരു ചട്ടി നിറച്ചുണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് വളരെ ഈസി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണെന്ന് കാണാൻ പോകുന്നതും ഹാങ്ങിങ് പ്ലാന്റ്സ്. ലിൻസീസ് ലിങ്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെടിയുടെ പേര് ബറോസ് ടെയിലാണ്, ഡോങ്കി ടെയിൽ എന്നൊക്കെ പറയും. ഈ ചെറിയ ചെറിയ ഈ തണ്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഇതെല്ലാം ഇതിൻ്റെ ഇലകളാണ്. ഈ ഇലകളിലെ ഓരോന്ന് പറിച്ച് നമ്മൾ മണ്ണിലേക്ക് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ ചെറുതായിട്ട് ഇത് അടർത്തിയെടുത്തതിന് ശേഷം മണ്ണിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ പുതിയ പുതിയ പ്ലാന്റ്സിൻ്റെ ബ്രാഞ്ചസ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഇതിൽ കുറേ ഇതുപോലത്തെ ഇലകൾ അടർത്തി വെച്ചിട്ടുണ്ട്. അത് പുതിയ ചെടിയായിട്ട് മാറും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഇത് കാണാൻ ഒരുപാട് നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇത് സക്യുലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വെള്ളം ഇതിന് ഒഴിക്കേണ്ട ആവശ്യമില്ല. മണ്ണ് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അതുപോലെ ഇതിന് നല്ലപോലെ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. 4 മുതൽ 5 മണിക്കൂർ വരെ സൺലൈറ്റ് ഉള്ളിടത്ത് വെക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഇലകൾ മഞ്ഞിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇത് സെബ്രീന പ്ലാന്റ് അല്ലെങ്കിൽ വാണ്ടറിങ് ജൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇതിന് ഒരുപാട് പേരുകളുണ്ട്. പർപ്പിൾ ഹാർട്ട്, അതുപോലെ പർപ്പിൾ ക്വീൻ, അങ്ങനെ ഒരുപാട് പേരുകളുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ചെടിയാണിത്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കിതിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് കിട്ടുന്നതെങ്കിലും അത് കൊണ്ടുപോയി മണ്ണിൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് വളരെ ഈസി ആയിട്ട് കിളിച്ച് വരും. ഇത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ചെടിക്ക് നല്ല നനവുള്ള മണ്ണാണ് ഇഷ്ടം. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് അങ്ങ് സോഗിയായി പോകരുത്. അങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ അത് അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു നനവുള്ള സോയിലിൽ ഇത് നട്ട് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് അത് വളർന്ന് പന്തലിച്ച് വരുന്നത് കാണാൻ പറ്റും. ഇതുപോലത്തെ ഹാങ്ങിങ് പോട്ട്സിലൊക്കെ ഇടുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഒരു ചട്ടിയിലുള്ള ചെടി നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചട്ടിയിൽ ഇതുപോലെ ആക്കി ഇടാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം മുറിഞ്ഞ് താഴെ വീണാലും മതി, അവിടെ കിടന്ന് അത് കിളിച്ച് നല്ല ഭംഗിയായി വരുന്നത് കാണാൻ പറ്റും. അതുപോലെ നല്ല സൺലൈറ്റ് ഉള്ള ഭാഗത്തിടാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കളറ് വരത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇല ഒരുമാതിരി ഒന്ന് പെയിലായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിൻ്റെ ഇലകൾക്ക് അത്ര ഭംഗി കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കുക. ഇത് കണ്ടോ, ഇതിൻ്റെ ഇലകളിലെല്ലാം ഓരോ നോഡിൽ നിന്നും വേര് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ മുറിച്ച് വെച്ചാൽ, ഏത് ഭാഗത്ത് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചാലും അവിടെ നിന്ന് വേര് വന്ന് അത് കിളിച്ച് വരുന്നൊരു പ്ലാന്റാണ്. ഇത് കണ്ടോ, ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 പീസാക്കി കട്ട് ചെയ്ത് മണ്ണിൽ നട്ടു വെക്കാം. നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ പന്തലിച്ച് ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് നല്ല സ്പ്രെഡായി വളരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരുപാട് വളം ഒഴിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ നാച്ചുറൽ ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ലതുപോലെ, ഇത് കണ്ടോ, ഇത് തന്നെ അതിൻ്റെ ചെറിയ പീസസ് ഒരു കുഞ്ഞു ചട്ടിയിലാക്കി വെച്ചതാണ്. ഇതേപോലെ വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വരുന്നൊരു ചെടിയാണ് ഈ വാണ്ടറിങ് ജൂ. നമുക്ക് നല്ല ഇഷ്ടമുള്ള രീതിയിൽ നല്ല ബുഷിയായിട്ടോ ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. സെബ്രീന പ്ലാന്റ് എന്നും ഈ ചെടിയുടെ തന്നെ പേരാണിത്. സെബ്രീന വാണ്ടറിങ് ജൂ എന്നൊക്കെ പറയുന്നൊരു ചെടിയാണിത്. പോട്ടിംഗ് സോയിൽ നമ്മുടെ സാധാരണ മണ്ണും മണലും കുറച്ച് ചാണകപ്പൊടിയും മാത്രം മിക്സ് ചെയ്ത് നട്ടാൽ മതിയാകും. ഈ ഒരു ചെടിക്ക് ഒരുപാട് കെയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഈസി കെയർ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ ഒരു ചെടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഇത് നമുക്ക് പടർത്തി കയറ്റാനും നല്ലൊരു ചെടിയാണ് ഈ ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു ചട്ടി നിറച്ച് നല്ല ബുഷിയാക്കാൻ പറ്റും. ഇത് കട്ടിങ്സ് മുറിച്ച് വെച്ചാൽ മാത്രം മതി ഈ പ്ലാന്റ് നമുക്ക് ഒരുപാടാക്കി എടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ചെടിയാണിത്. ഇതിൻ്റെ പേരാണ് ടാങ്കിൾഡ് ഹാർട്ട്. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതൊരു സക്കുലൻറ്റ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഫാമിലിയിൽ പെട്ട ഒരു ചെടിയാണിത്. വളരെ സോഫ്റ്റും വളരെ ടെൻഡറായിട്ടുള്ള ലീവ്സും തണ്ടും ഒക്കെയാണ് ഈ ചെടിക്ക് ഉള്ളത്. വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണിത്. ഇത് നമുക്ക് ചെറിയ കപ്പിലും അതേപോലെ തന്നെ ചെറിയ അത് മീൻസ് ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നട്ട് കഴിഞ്ഞാൽ നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ വേണം. വെള്ളം കെട്ടിയൊക്കെ കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയായിരിക്കും ഈ ചെടിക്ക്. ഈ ചെടിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, അതാണ് പില്ലോ പ്ലാന്റ് എന്ന് പറയും. ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഇതിൻ്റെ കട്ടിങ്സ് മതി. ഇത് ഞാൻ നേരത്തെ നമ്മുടെ വാണ്ടറിങ് ജൂവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ നോട്ട്സിൽ നിന്നും വേര് വരും. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസസ് കട്ട് ചെയ്ത് നമ്മൾ നട്ടുവെച്ചാലും മതി. അതിൽ നിന്ന് പുതിയ ചെടികൾ വളരെ ഈസിയായിട്ട് നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മൾ പോട്ടിലോ അല്ലെങ്കിൽ തറയിൽ വെച്ച് കിളിപ്പിച്ചതിന് ശേഷം നമുക്കതെടുത്ത് പോട്ടിലാക്കി വെച്ചാലും നല്ലതാണ്. ഇതേപോലെ ജസ്റ്റ് ചുമ്മാ മണ്ണിലേക്കൊന്ന് ഇറക്കി വെച്ചാൽ മാത്രം മതി. അവിടെ നിന്ന് പുതിയ ചെടികൾ കിളിച്ചു വരും. അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഈ ചെടിയിൽ നിന്ന് മുറിഞ്ഞ് താഴെ വീഴുന്ന ചെടിയിൽ നിന്നും പുതിയ പ്ലാന്റുകൾ ഉണ്ടായി വരുന്നത് കണ്ടിട്ടുണ്ട്. ബോട്ടിൽസ് കട്ട് ചെയ്തും അതുപോലെ തന്നെ ചെറിയ ചിരട്ടയ്ക്കകത്തും ഒക്കെ ഈ ചെടി നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. വളരെ ഈസി ആയിട്ട് വളർന്നു വരും. ഇത് ഹാങ്ങിങ് സക്കുലൻറ്റ് എന്ന് പറയുന്ന ഫാമിലിയിൽ ഒരു സക്കുലൻറ്റ് ഫാമിലിയിൽ പെടുന്ന ചെടിയാണ് ഈ സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്ന ഈ ചെടി. ഇതിന് ആ പേര് കിട്ടാൻ കാരണം ഇതിൻ്റെ ലീവ്സ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. നമ്മുടെ ബനാനയുടെ ഷേപ്പാണ്, അതായത് പഴത്തിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിന് സ്ട്രിങ് ഓഫ് ബനാന എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ കുറേ പേര് ഇത് നെക്ലസ് പ്ലാന്റ് എന്ന് വിളിക്കും. അതുപോലെ ക്രീപ്പിംഗ് ബെറി, ബനാന വൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി നല്ലതുപോലെ നമുക്ക് കണ്ടെയ്നറുകളിലും അതുപോലെ തന്നെ ഇതുപോലെ ഹാങ്ങിങ് ബാസ്ക്കറ്റുകളിലും ഒക്കെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇതിന് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഇൻഡയറക്റ്റ് പാർഷ്യൽ സൺഷൈൻ കിട്ടുന്ന ഏരിയയിൽ വെച്ചാലും ഈ ചെടി നല്ലതുപോലെ കിളിച്ച് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൺലൈറ്റ് വേണ്ട ഷെയ്ഡിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാമെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രാഞ്ച് കട്ട് ചെയ്ത് നമ്മൾ മണ്ണിൽ നട്ടു വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്കിതിൻ്റെ ബ്രാഞ്ചസ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇതേപോലത്തെ ഒരു ബ്രാഞ്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മണ്ണിൽ നട്ടാൽ മതി. ഗാർഡൻ സോയിൽ നമ്മളിതിൻ്റെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഗാർഡൻ സോയിൽ സാധാരണ മണ്ണും അതിൻ്റെ കൂടെ കുറച്ച് കൊക്കോപ്പിറ്റും കൂടെ മിക്സ് ചെയ്ത് വേണം ഇത് നട്ടു വെക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മണ്ണ് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ചട്ടിയിൽ വെള്ളം ഒത്തിരി കെട്ടിക്കിടക്കാനും നിങ്ങൾ അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ ചെടി വേര് ചീഞ്ഞു പോയി ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യും. ഈ ചെടി ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാൻ ഒത്തിരി നല്ലതാണിത്. ഏറ്റവും നല്ലത് ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്തുന്നതാണ്. അതുപോലെ തന്നെ ഇത് 10 മണി ചെടിയാണ്. ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് എടുത്ത് വളർത്താൻ പറ്റും. ഹാങ്ങിങ് പോട്ടിലും ഇത് വളർത്തിയെടുക്കാൻ പറ്റും. ഹാങ്ങിങ് പോട്ടിൽ ഇതുപോലെ നിൽക്കുന്നത് കാണാൻ ഒത്തിരി ഭംഗിയാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ചെറിയ ഇത് കട്ട് ചെയ്ത് ഞാൻ ഓൾറെഡി ഈ വീഡിയോ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതായത് 10 മണി ചെടിയുടെ പ്രൊപ്പഗേഷൻ, പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. അതിൻ്റെ പൂ നിങ്ങൾ കണ്ടില്ല, ഒത്തിരി നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. അതിൻ്റെ പൂക്കളാണ് ഇങ്ങനെ ഹാങ് ആയി കിടക്കുന്നത്. കണ്ടില്ല, ഒത്തിരി നല്ല ഒരുപാട് പൂക്കൾ ഇതുപോലെ വരും. ഒത്തിരി നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടേക്കുന്നത് പോലെ തോന്നും. ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതും കമ്പ് മുറിച്ച് പുതിയ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക.
അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞു തൈകൾ ഇതുപോലെ തണ്ട് വന്നിട്ട് അതിൻ്റെ അറ്റത്താണ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബേബി പ്ലാന്റ്സ് ഉണ്ടാകുന്നത്. ഇത് കാണാൻ തന്നെ ഒരുപാട് ഭംഗിയാണ്. ഇതിലിപ്പോൾ ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ട്. ഇത് നമ്മൾ ഈ ഒരു ചെറിയ പ്ലാന്റ് മുറിച്ചെടുത്ത് പുതിയ ചട്ടികളിലാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കുഞ്ഞു തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡയറക്റ്റായിട്ട് നമ്മൾ മണ്ണിലേക്ക് വെക്കാതെ കുറച്ച് ദിവസം ഇതിൻ്റെ ഈ കുഞ്ഞു തൈകൾ നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ തൂങ്ങി കിടക്കുന്നതെല്ലാം ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ആണ്, കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ആണ്. ഇങ്ങനെയാണ് ഈ ഒരു സ്പൈഡർ പ്ലാന്റിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അന്നേരം ഇതിൻ്റെ ഈ അറ്റത്ത് നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഡീറ്റെയിലായിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും, എങ്ങനെയാണിത് പുതിയ പ്ലാന്റ് നട്ട് വെക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ഞാൻ പറയാം, ഇതിൻ്റെ ഈ കുഞ്ഞി പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് ദിവസം നമ്മൾ ഗ്ലാസ്സിൽ ഒരു വെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ അതിൽ നല്ല പുതിയ വേരുകൾ വരും. അങ്ങനെ വേരുകൾ വന്നതിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ എളുപ്പം സ്പൈഡർ പ്ലാന്റ്സ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള കുഞ്ഞി തൈകൾ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ പ്ലാന്റിനൊക്കെ നല്ലതുപോലെ ഫെർട്ടിലൈസർ കൊടുക്കണം. ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അതുപോലെയുള്ള നമ്മുടെ വീട്ടിൽ ഉള്ളിത്തൊലിയെ അതുപോലെയൊക്കെയുള്ള അതുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഫെർട്ടിലൈസർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ഇത് പിടിച്ച് കിട്ടും. ഇതിൽ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ചെറിയ ചെറിയ പൂക്കളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പൈഡർ പ്ലാന്റ് ആണിത്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.